നമസ്കാരം. എന്റെ കഴിഞ്ഞ മെസ്സേജിന്റെ താഴെ കമന്റുകൾ വന്നതിൽ നല്ല പ്രധാനമായ നല്ലൊരു ചോദ്യം. ഈ പലരും മരിക്കണ സമയത്ത് ഒരുപാട് മരണവെപ്രാളപ്പെട്ട് ഒട്ടും ഇഷ്ടമില്ലാതെ തന്റെ മരണം അല്ലെങ്കിൽ തന്നെ ആരോ നിർബന്ധിച്ച് മരണത്തിലേക്ക് കൊണ്ടുപോകുന്നു എന്ന രീതിയിൽ അതിഭയങ്കരമായിട്ടുള്ള അസ്വസ്ഥതകളൊക്കെ കാണിച്ചാണ് ഒരു 90-95% പേര് മരിക്കുന്നത്. ഇതിന്റെ കാരണം എന്താണ്? അതുപോലെ തന്നെ നല്ലൊരു ചോദ്യം വന്നത്, ഇപ്പൊ നമ്മുടെ കൃഷി പോലെയുള്ള ഒരു കൃഷിയിടമാണല്ലോ നമ്മുടെ ഭൂമി. അപ്പൊ നല്ല വിളവ് കിട്ടിക്കഴിയുമ്പോൾ നമ്മളെ കൃഷിയിടം അല്ലെ ആ കൃഷിയെ നേരത്തെ നശിപ്പിച്ചിട്ട് പുതിയ കൃഷി ചെയ്യുന്നത് പോലെ മനുഷ്യർ ഇപ്പൊ ഒരു 90 വയസ്സ് വരെയൊക്കെ ആയുസ്സുള്ള മനുഷ്യര് നല്ല ഫലം അല്ലെങ്കിൽ എത്തേണ്ട ലെവലിലേക്ക് നേരത്തെ എത്തിയാൽ നേരത്തെ മരണം കൊണ്ടുപോവില്ലേ? അപ്പൊ ആ പുള്ളിയുടെ ആഗ്രഹങ്ങളൊക്കെ എങ്ങനെ സഫലമാകും? കാരണം 90 വയസ്സ് വരെ ആയുസാണല്ലോ പറഞ്ഞിരുന്നത്. പക്ഷെ നേരത്തെ വിളവ് കിട്ടി പോയി. എന്താണ് ഈ വിളവ് അല്ലെങ്കിൽ എന്താണ് ഈ ഫലം എന്നുള്ളത് ആദ്യം തിരിച്ചറിയണം. അതിന് നല്ലൊരു കമന്റ് ഞാൻ അതും കണ്ടു, വളരെ നന്നായിരിക്കുന്നു. അതാണ് എന്റെ ആൻസർ. ശരിക്കും നല്ലൊരു വിളവ് എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത് ആ മുക്തിയായ മനസ്സ് അല്ലെങ്കിൽ ആ മോക്ഷത്തിന് പ്രാപ്തമായ മനസ്സ് എത്തുന്നതാണ് ദൈവം ഉദ്ദേശിക്കുന്ന ആ നല്ല ഫലം. അല്ലെങ്കിൽ പ്രകൃതിയുടെ വ്യവസ്ഥകളും ഇതെല്ലാം മനസ്സിലാക്കി ആ ദൈവത്തിന്റെ മനസ്സും നമ്മുടെ മനസ്സും ഒരേ റേഞ്ചിലേക്ക് എത്തുന്ന ആ അവസ്ഥയാണ് ഏറ്റവും നല്ല ഫലം. അല്ലാതെയുള്ള ഒന്നും ഫലമല്ല. അതെല്ലാം ഓരോ ജന്മത്തിലുള്ള പരീക്ഷണങ്ങളൊക്കെ പാസ്സായി വിജയിച്ചു പോകുന്നേ ഉള്ളൂ. അടുത്ത ജന്മത്തിൽ ബാക്കി, അതിന്റെ അടുത്ത ജന്മത്തിൽ ബാക്കി. എല്ലാത്തിന്റെയും പൂർണ്ണ വളർച്ച അല്ലെങ്കിൽ പൂർണ്ണ ഫലം എന്ന് പറയുന്നതാണ് ഈ പറയുന്ന അവസ്ഥ. അതായത് എനിക്കിനി ഭൂമിയിലുള്ള ജീവിതം വേണ്ട, ഇവിടുത്തെ ഒരു ജീവജാലങ്ങളെയും എനിക്ക് അല്ലെങ്കിൽ പക്ഷികളെയും മൃഗങ്ങളെയും അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഒന്നുമായിട്ടും നമ്മൾ അറ്റാച്ച്ഡ് ആവാതെ നമ്മളെ അച്ഛനമ്മമാർ അത് ആദ്യമേ അറ്റാച്ച്മെന്റ് കട്ടാവും. പിന്നെ ബാക്കിയുള്ള സകല സാധനമായിട്ടും അറ്റാച്ച്മെന്റ് എല്ലാം കട്ടായിട്ട് വെറുതെ ഒറ്റയ്ക്കിരുന്ന് ആ ദൈവത്തെ മാത്രം ചിന്തിച്ച് ഈ പ്രകൃതിയിൽ എങ്ങനെയെങ്കിലും എത്രയും പെട്ടെന്ന് എനിക്ക് എങ്ങോട്ടോ പോണം, ഇവിടം വിട്ട് എനിക്ക് പോണം, ദൈവത്തോട് എത്തണം എന്ന ഉള്ളിന്റെ ഉള്ളിൽ അതിയായ ആഗ്രഹങ്ങൾ വന്ന് മരിക്കുന്നതാണ് ശരിക്കും പൂർണ്ണ ഫലമായി പോകുന്നത്. ഇത് നെഗറ്റീവ് ആണെങ്കിലും ഇത് ഈ അവസ്ഥയിലേക്ക് പോകും, പോസിറ്റീവിലോട്ട് പോകണമെങ്കിൽ ഈ അവസ്ഥയിലേക്ക് പോകും. കാരണം ഭൂമിയിലുള്ള സകലത്തിനെയും ആ അറ്റാച്ച്മെന്റ് ഫുൾ കട്ടാകും. എന്നിട്ട് ആ എന്റെ ലക്ഷ്യം എങ്ങോട്ടാണ്, എനിക്ക് അങ്ങോട്ട് പോണം എന്ന ഭയങ്കരമായ ആഗ്രഹം വരും. അങ്ങനെ വന്ന് മരിക്കുന്ന ഒരു വ്യക്തിക്ക് പിന്നെന്താ ആഗ്രഹം? ആ ആഗ്രഹമെല്ലാം തീർന്നിട്ട് ഇതാണ് ആഗ്രഹിച്ചല്ലേ അങ്ങോട്ട് പോയത്. ഇതാണ് ശരിക്കും പറഞ്ഞ പൂർണ്ണ ഫലം ആയി പോകുന്ന മോക്ഷം എന്ന് പറയുന്നത്. ഞാൻ ഈ പറഞ്ഞത് പ്രത്യേകം ശ്രദ്ധിക്കണം. നെഗറ്റീവിലോട്ട് പോകേണ്ട ആൾക്കാരും ആ നെഗറ്റീവ് ശക്തിയെ മാത്രം മനസ്സിൽ കണ്ടും കൊണ്ട് ഇപ്പൊ കാളി ഭക്തനാണെങ്കിലും ഇപ്പൊ നമ്മൾ ഈ കാണുന്ന കൈലാസത്തിലെ ശിവൻ എന്നൊക്കെ പറയുന്ന ആ ഭക്തരാണെങ്കിൽ എനിക്ക് ആ ശിവനിലോട്ട് പോകണം, എനിക്ക് അത് മതി, എനിക്ക് ഭൂമിയിലുള്ള വീട്ടുകാരോ ബന്ധുക്കളോ ഒന്നും വേണ്ട. ചിലര് വിഷ്ണുവിലേക്ക് പോകണം, വൈകുണ്ഠത്തിലെത്തണം എന്നും പറഞ്ഞ് അങ്ങനെ ആഗ്രഹിച്ച് പോസിറ്റീവ് തലത്തിലേക്ക് മനസ്സ് മാറി ചിന്തിച്ച് ആ ഒരു ലെവലിലേക്ക് പ്യൂർ വെജിറ്റേറിയനൊക്കെയായി അങ്ങനെയൊക്കെ പോകുന്ന അവരും അങ്ങോട്ടാണ് പോകുന്നത്. അപ്പൊ ഇവരൊക്കെ ശരിക്കും ഭൂമിയിലുള്ള ബാക്കി സകല സുഖങ്ങളും മതിയായി, തൃപ്തിയായി, എനിക്ക് അതിന്റെ ആവശ്യമില്ല എന്ന് മനസ്സിൽ അടിയുറച്ച് അങ്ങനെ ആ ഒരു ലെവലെത്തിയിട്ടാണ് ആ ദൈവത്തിലേക്ക് അല്ലെങ്കിൽ അവരെങ്ങോട്ട് പോകണമെന്ന് അവസാനം ആഗ്രഹിക്കുന്നത്. അങ്ങനെ ആഗ്രഹിച്ച് പോകുന്നവർക്ക് പിന്നെ ജന്മങ്ങളും വരേണ്ട ആവശ്യമില്ല. ഇതാണ് ശരിക്കുള്ള മോക്ഷം. ഇത് പോസിറ്റീവിലോട്ടും പോകാം, നെഗറ്റീവിലോട്ടും പോകാം, രണ്ടും മോക്ഷം തന്നെയാണ്. ഇനി അടുത്തത്, ഈ മരണസമയത്ത് ഭയങ്കരമായ വിപ്രളം കാണിക്കുന്നു, അതിന്റെ പിന്നിലെ കാര്യം എന്താണ്? ഇതാണ് അടുത്ത ഒരു നല്ല ചോദ്യം. ഈ മരണസമയത്ത് വിപ്രളം കാണിക്കുന്നതിന്റെ പിന്നിലെ കാരണം നമ്മളെ ആത്മാവിന് ഇപ്പോ മരിക്കാൻ താല്പര്യമില്ലാത്ത ഒരു അതിഭയങ്കരമായ സ്റ്റേജാണ്. അതെന്തുകൊണ്ടെന്ന് വെച്ചാൽ ഇപ്പൊ നമ്മളെ ആത്മാവ് ശരിക്കും ഗർഭപാത്രത്തിൽ നിന്ന് നമ്മൾ ഒരു ശരീരത്തിലൂടെ പുറത്തു വരുമ്പോൾ ഈ ആത്മാവിന് ഭൗതിക മനസ്സ് ഓപ്പൺ ആകുന്നത് അല്ലെങ്കിൽ നമ്മളെ കാഴ്ചയിലൂടെയും കേൾവിയിലൂടെയും ഭൗതിക കാര്യങ്ങൾ ഗ്രഹിച്ചു തുടങ്ങുന്ന സമയം വരെയും നമ്മൾ കുട്ടിയാണെങ്കിൽ പോലും നമ്മൾ ആത്മാവായിരിക്കും, ആത്മീയമായിരിക്കും. ഭൗതികമായിട്ട് ഒന്നും അറിഞ്ഞുകൂടാ, ഒന്നും കാണുന്നില്ല, ഒന്നും തിരിച്ചറിയുന്നില്ല. അപ്പോഴെല്ലാം ആത്മാവിലൂടെ പുറമെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയിലായിരിക്കും ആ ശരീരം, ആ കൊച്ചുകുട്ടി ഉള്ളത്. അപ്പോൾ ഭൗതിക നമ്മൾ മറ്റ് ഡയമെൻഷനിലുള്ള കാഴ്ചകൾ കാണാൻ പറ്റും. കാരണം ആത്മാവാണ് പവർഫുൾ ആയിട്ട് ഉണർന്നിരിക്കുന്നത്. മറ്റ് ഡയമെൻഷനിലുള്ള കാഴ്ചകൾ കാണാം, മറ്റതർ ശക്തികളുമായിട്ട് കമ്മ്യൂണിക്കേഷൻ ഉണ്ട്, ചിരിക്കുന്നു, കളിക്കുന്നു, അലഞ്ഞിരിക്കുന്ന ആത്മാക്കളെ കാണുന്നു. ഇങ്ങനെയുള്ള സകലമായ ഈ കാര്യങ്ങളും ഈ ആത്മാവ് കൊണ്ട് കണ്ട് ആസ്വദിച്ച് കിടക്കുന്ന അല്ലെങ്കിൽ മുന്നോട്ട് പോകുന്ന ഒരു അവസ്ഥ കുട്ടികൾക്കുണ്ട്. ഇത് ക്രമേണ
ഭൗതികപരമായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള ബോധവും ചിന്തയും ആഗ്രഹങ്ങളും കാഴ്ചകളും ആസ്വാദനങ്ങളൊക്കെ കുട്ടിക്ക് വരുന്നതിനനുസരിച്ചാണ് ഈ ആത്മീയമായിട്ടുള്ള ഈ കഴിവുകൾ അല്ലെ ആത്മാവിന്റെ ഈ കാര്യങ്ങളെല്ലാം തിരിച്ചറിയാതെ പോകുന്നത്. ആത്മാവെല്ലാം കാണുന്നുണ്ട്, മനസ്സിലാക്കുന്നുണ്ട്, പക്ഷെ ഭൗതിക മനസ്സിലോ നമ്മുടെ ബുദ്ധിയിലോട്ടോ ഈ ആത്മാവിൻ്റെത് വരുന്നില്ല. കാരണം ഭൗതികമായിട്ടുള്ളതിലോട്ടാണ് ശ്രദ്ധയും കേന്ദ്രീകരണം കൂടുതൽ വരുന്നത്. അപ്പം ആത്മീയമായിട്ടുള്ള കാര്യങ്ങളെല്ലാം താനെ മങ്ങി പോകും. അതുകൊണ്ടാണ് കൊച്ചു കുട്ടികൾക്ക് പെട്ടെന്ന് ഈ അലഞ്ഞിരിക്കുന്ന ദുരാത്മാക്കളെയോ അല്ലെങ്കിൽ മറ്റു അദൃശക്തികളെയൊക്കെ പെട്ടെന്ന് അത് കാണാൻ കഴിയുന്നതിന്റെ കാരണം അവരുടെ പൂർണ്ണ ഭൗതികമായി വന്നിട്ടില്ല. ഭൗതികമായി പൂർണ്ണമായി വരുന്നത് എപ്പോഴാണെന്ന് വെച്ചാൽ അച്ഛനമ്മമാരുടെ നിയന്ത്രണത്തിൽ നിന്നും മാറി ചിന്തിക്കുകയും ഒരുപാട് സംശയങ്ങളും ചോദ്യങ്ങളും ഭൗതിക തലത്തിൽ വരികയും ഭൗതികമായി ഒരുപാട് ആസ്വാദനം, കള്ളത്തരങ്ങള്, ഇങ്ങനെയുള്ള ഒളിച്ചുകൾ, ഇങ്ങനെയൊക്കെ ഉള്ള കാര്യത്തിൽ ഭൗതികമായി ഒരുപാട് അറ്റാച്ച്ഡ് ആകുമ്പോഴാണ് പൂർണ്ണമായും നമ്മുടെ ആത്മാവ് ഡൗൺ ആയി പോകുന്നത് അല്ലെങ്കിൽ മുരടിച്ചു തുടങ്ങുന്നത്. ശരി, ആ സമയത്ത് നല്ല മാതാപിതാക്കളിലൂടെ ആത്മീയ കാര്യങ്ങളും ആത്മീയ രഹസ്യങ്ങളും ദൈവത്തിന്റെ മർമ്മങ്ങളൊക്കെ അല്പമായി കൊടുത്ത് ബാലൻസ് ചെയ്തുകൊണ്ട് വന്നിരുന്നെങ്കിൽ ഈ കുട്ടി ഒരിക്കലും പൂർണ്ണ ഒരു ജഡീകമായ അല്ലെങ്കിൽ ഭൗതികമായ മനസ്സിലേക്ക് എത്തൂലായിരുന്നു. ബാക്കി ടച്ച് പോവാതെ ഇങ്ങനെ നിൽക്കുമായിരുന്നു. ഇതാണ് അവസ്ഥ. അപ്പൊ ഇങ്ങനെ ഈ അവസ്ഥയിൽ വന്ന് ഭൗതികമായിട്ട് നമ്മൾ ഇതിലോട്ട് മുഴുകുമ്പോൾ ശരിക്കും ഈ ആത്മാവിന്റെ സകല കാര്യങ്ങളും നമ്മുടെ മനസ്സിൽ നിന്ന് മാഞ്ഞു പോകും, മറന്നുപോകും. ശരിക്കും പറഞ്ഞാൽ ആത്മാവിന്റെ ഓർമ്മയുണ്ട്, പക്ഷെ നമുക്കത് മറന്നുപോകും. മറന്ന് നമ്മൾ ഭൗതികമായി ആസ്വദിച്ച് എൻജോയ് ചെയ്ത് മുന്നോട്ട് പോകും. ശരിക്കും നല്ല പവർഫുൾ ആയിട്ട് ജനിച്ചൊരു ആത്മാവാണെങ്കിൽ ഇത് പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കണം. എല്ലാ ആത്മാക്കളും അല്ല, അതായത് മുൻ ജന്മങ്ങളിലൂടെ ആത്മീയ വളർച്ച നല്ല ലെവലിൽ വന്ന് ദൈവത്തെയും ഒക്കെ ഏതാണ്ട് മനസ്സിലാക്കി ആത്മീയ ഒരുപാട് രഹസ്യങ്ങളൊക്കെ തിരിച്ചറിഞ്ഞ് അതെല്ലാം എക്സ്പീരിയൻസ് ചെയ്ത ഒരു ആത്മാവാണെങ്കിൽ ചെറുതിലെ തന്നെ ഈ ആത്മാവ് മുരടിച്ചു പോയാലും സദാ നമ്മുടെ ഉള്ളിലൂടെ നമ്മളെ പ്രേരിപ്പിച്ചു കൊണ്ടേയിരിക്കും. എന്നാൽ ആത്മീയ വളർച്ചയില്ലാത്ത ആത്മാവാണ്, പല ജന്മങ്ങളിലൂടെ ഇനിയും പലതും പഠിച്ചു വരേണ്ട ആത്മാവാണെങ്കിൽ കഴിഞ്ഞ ജന്മങ്ങളിലൂടെ ആ വലിയ ആത്മീയ അനുഭവങ്ങളൊന്നും വന്നിട്ടില്ല, അല്ലെങ്കിൽ ആ ദൈവമായിട്ടൊന്നും വലിയ ലെവലിൽ വന്നിട്ടില്ല, അതിഭയങ്കരമായിട്ടുള്ള ദൈവഭയമോ ഭക്തിയോ ഒന്നും വന്നിട്ടില്ല. നമ്മളിപ്പോ അറിയാലോ, ചില കുട്ടികൾ എത്ര തെറ്റിയത് നല്ല അടി കൊടുത്ത് അടിക്കുന്ന സമയത്ത് നല്ല കരച്ചില കരയും, കീറി വിളിക്കും. 2 ദിവസം കഴിഞ്ഞിട്ട് ഇതേ തെറ്റിനെ പിന്നെയും ചെയ്യും. തലേദിവസം കിട്ടിയ അടി അങ്ങ് മറന്നുപോകും. പഴയതുപോലെ തന്നെ പിന്നെ തെറ്റി, പിന്നെ എടുത്തിട്ട് അടിച്ചു കഴിഞ്ഞാൽ പിന്നെ 2 ദിവസം കഴിയുമ്പോഴത്തേക്ക് പഴയ തെറ്റി പിന്നെയും ചെയ്യും. ഇവർക്ക് ഈ അടിയുടെ ചൂടോ ഇതൊന്നും അങ്ങോട്ട് മനസ്സിൽ നിൽക്കൂല. ഇതുപോലെ തന്നെയാണ് ഈ വളർച്ചയില്ലാത്ത ആത്മാക്കൾക്കും കഴിഞ്ഞ ജന്മത്തിൽ പറ്റിയ തെറ്റുകളും അതിനോടനുബന്ധിച്ച് അനുഭവിക്കേണ്ടി വന്ന നരക കഷ്ടങ്ങൾ, അതായത് മരണശേഷം ഇതിനെല്ലാം ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇതിന് പ്രായച്ചിത്തമായി പ്രതിവിധിയായി പല ശിക്ഷകളും കഷ്ടങ്ങളൊക്കെ അനുഭവിക്കുന്ന ഒരു അവസ്ഥ ആത്മാവിനുണ്ട്. ചിലപ്പോൾ ദുർമരണപ്പെട്ടെങ്കിൽ അലഞ്ഞു തിരിഞ്ഞ് ഒരുപാട് അനുഭവിച്ച അനുഭവങ്ങളുണ്ട്. ഇതെല്ലാം ശരിക്കും കർമ്മത്തിന്റെ ഫലമെന്നോണം പലതും അനുഭവിക്കുന്നതാണ്. അപ്പൊ ഇതിന്റെയൊക്കെ തിരിച്ച് പ്രായച്ചിത്തം കർമ്മം ചെയ്യാൻ വേണ്ടിയിട്ടാണ് അടുത്ത ജന്മം നൽകുന്നത്. അപ്പൊ ഇതിലൂടെ ബാലൻസ് ആകണം. ഇതൊക്കെ ആയിട്ട് ജനിക്കുമ്പോൾ ഈ നല്ല ആത്മീയ വളർച്ചയില്ലാത്ത ആത്മാവാണെങ്കിൽ ഇതെല്ലാം നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ എത്ര അടിയുണ്ടായാലും 2 ദിവസം മറന്നു പോകുന്ന പിള്ളേരെ പോലെ ഈ ആത്മാവ് ഇതങ്ങ് മറന്നുപോകും. മറന്നിട്ട് നമ്മൾ ഭൗതികമായി ആസ്വദിച്ചും തെറ്റിയും പോകുന്ന ഈ ഭൗതിക മനസ്സിനോടൊപ്പം ആത്മാവ് പതുക്കെ അങ്ങ് ചേർന്ന് ഇത് മതി എന്ന് വിചാരിച്ച് ആത്മാവും കൂടെ എൻജോയ് ചെയ്യാൻ തുടങ്ങും. അപ്പം നിരീശ്വരവാദം ആയി മാറും. നമ്മള് തെറ്റ് ചെയ്താലും കുഴപ്പമില്ല, അങ്ങനെ ദൈവമൊന്നും ഇല്ല, ഇങ്ങനെയൊക്കെയുള്ള പല ചിന്തയിലോട്ട് ഈ ആത്മാവ് പതുക്കെ മാറി വരും. കാരണം എന്താണ്, ഭൗതികമായ മനസ്സുള്ള ഈ വ്യക്തി ഇങ്ങനെയുള്ള നിരീശ്വരവാദ പ്രസംഗങ്ങളും അല്ലെ ഇങ്ങനെയുള്ള കാര്യങ്ങളും ഒക്കെ കേട്ട് ഈ കേൾവിയിലൂടെ എല്ലാം ഈ പലതും പഠിച്ച് മനസ്സിലാക്കിയ ആത്മാവ് അതെല്ലാം മറന്നുകൊണ്ട് ഭൗതിക സുഖത്തിലോട്ട് മുഴുകി ചേർന്നിട്ട് വീണ്ടും തെറ്റുകൾ ചെയ്ത് ഈ ബോധ മനസ്സിനോടൊപ്പം ഉപബോധ മനസ്സും അല്ലെങ്കിൽ നമ്മുടെ ആത്മാവിന്റെ മനസ്സും സഹകരിച്ച് മുന്നോട്ട് പോകാൻ തുടങ്ങും. ഇത് ഇങ്ങനെ പോയി വരുമ്പോൾ യാതൊരു ദൈവഭയമില്ല, ഭക്തിയില്ല. ഇനി ഉണ്ടെങ്കിൽ തന്നെ കുഴപ്പമില്ല, ദൈവം അതെല്ലാം അഡ്ജസ്റ്റ് ചെയ്യും. കാരണം മനുഷ്യരല്ലേ, പാപമൊക്കെ ചെയ്ത് പോകും, പക്ഷെ അതൊക്കെ ദൈവമല്ല ക്ഷമിക്കും. പിന്നെ ദൈവം എന്നുള്ള അങ്ങനെ ശിക്ഷിക്കാനുള്ള ദൈവമൊന്നുമല്ല, ഇതൊക്കെ സ്നേഹിക്കുന്ന ദൈവമാണ് ശരിക്കും നമ്മളെ ദൈവം. ഇങ്ങനെ പല ചിന്താഗതികളിലൂടെ നമുക്ക് ഭൗതികമായി നമ്മൾ ആഗ്രഹിച്ച തെറ്റുകളെല്ലാം ആസ്വദിക്കാനായി പല ന്യായങ്ങളൊക്കെ പറഞ്ഞ് നമ്മൾ തന്നെ ചില ഡയലോഗുകളൊക്കെ വിട്ട് ഇതിൽ നമ്മൾ തന്നെ ഒരു ന്യായം കണ്ടെത്തി സ്വന്തമായി ആശ്വസിച്ച് നമുക്ക് ബോധിച്ചതുപോലെ ഇങ്ങനെ ജീവിച്ച് പോകും. ഇങ്ങനെ പോയി അവസാനം മരണസമയം എത്തുമ്പോഴാണ് ശരിക്കും നമ്മളെ ബോധ മനസ്സ്, കാരണം മരണസമയത്ത് മരിക്കാറായി, ശേഷിയില്ല, വയസ്സായി, ഇനി ഭൗതിക സുഖങ്ങളിലോ അല്ലെങ്കിൽ തെറ്റിപ്പോകാനുള്ള സാഹചര്യങ്ങളൊന്നുമില്ല, കാര്യം ഏശിക്കാൻ പോലും വയ്യ, ഇല്ലേ ചിലപ്പം എന്തെങ്കിലും അപകടങ്ങളൊക്കെ പറ്റിയിട്ട് രോഗം പിടിപെട്ട് അവശരായി കിടക്കുമ്പോൾ ഭൗതികമായിട്ട് വലിയ ആസ്വദനമൊന്നും നടക്കാൻ പോണില്ല. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഭൗതിക മനസ്സ് പതുക്കെ അങ്ങ് ഡെസ്പാവും, അല്ലെ പതുക്കെ അങ്ങ് ഡൗൺ ആവും. കാരണം
ഒന്നും നടക്കുന്നില്ലല്ലോ, എല്ലാം കഴിഞ്ഞിരിക്കും, ഇനി ഒന്നുമില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് നിരാശയിലോട്ട് വരുമ്പം ഈ ആസ്വദിച്ചുകൊണ്ടും ഈ സുഖിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഭൗതിക മനസ്സ് പതുക്കെ അങ്ങ് ഡൗൺ ആകുമ്പോഴാണ് നമ്മളെ ശരിക്കുള്ള ആത്മാവ് പതുക്കെ പവർഫുള്ളായി വരുന്നത്, ഒന്ന് ഉണർന്നു വരുന്നത്. അങ്ങനെ വരുമ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെയുള്ള പല കാര്യങ്ങളും ഓർമ്മയിൽ വരുന്നത്. ആത്മാവ് പതുക്കെ ഓർക്കാൻ തുടങ്ങും. ഇത്ര നാൾ എന്തുകൊണ്ട് ഓർത്തില്ല? ഇത്രയും നാള് ഭൗതിക മനസ്സുമായിട്ട് ബന്ധപ്പെട്ട് ഭൗതിക സുഖങ്ങളിലൂടെ ആത്മാവ് ഇങ്ങനെ എൻജോയ് ചെയ്ത് കണ്ട നെഗറ്റീവ് ശക്തികളും ആസുര ശക്തികളൊക്കെ പ്രേരണ തന്ന ആ തെറ്റിലൂടെയൊക്കെ സുഖിച്ച് പോയി ഇതൊക്കെ അങ്ങ് മറന്നിരിക്കുകയായിരുന്നു. അപ്പൊ ഈ വ്യക്തി ഭൗതിക മനസ്സുള്ള ഈ വ്യക്തി അല്ലെങ്കിൽ ഭൗതിക മനസ്സും വ്യക്തിയൊക്കെ ഡൗണായി വരുമ്പോൾ പ്രത്യേകിച്ചൊന്നുമില്ല, ചുമ്മാ അതും ഇതൊക്കെ ആലോചിച്ച് ടെൻഷൻ അടിച്ച് ഇങ്ങനെ ആ നിരാശയിൽ കഴിയുമ്പോഴാണ് ആത്മാവ് പതുക്കെ പഴയ കാര്യങ്ങളൊക്കെ ഓർത്തെടുക്കാൻ തുടങ്ങുമ്പോൾ ഉള്ളിൽ ഭയം വന്നു തുടങ്ങും. അപ്പൊ മനസ്സിലാകും ഇത്രയും നാളും പലതും പഠിക്കാമെന്ന് ഞാൻ ഒന്നും പഠിച്ചില്ല, അയ്യോ എല്ലാം തെറ്റിപ്പോയി, ദൈവമേ ഇത് എനിക്കാകാം, ഞാൻ മറന്നുപോയല്ലോ, ഞാൻ എന്ത് ചെയ്യും, ആകെ ടെൻഷൻ അടിച്ച് ഇങ്ങനെ വരുമ്പോഴാണ് ശരിക്കും ഈ മരണവെപ്രാളം പതുക്കെ തുടങ്ങുന്നത്. കാരണം ഈ കണ്ടീഷനിൽ മരിക്കും എന്നുള്ള ഒരു ഉറപ്പായി, കാരണം ഏതാണ്ട് അവസാന സ്റ്റേജായി. മരിച്ചു കഴിഞ്ഞാലോ മുൻ ജന്മങ്ങളിൽ അബദ്ധം പറ്റിയതുപോലെ പറ്റി ഈ ജന്മത്തിലും മരണം കഴിച്ച ശേഷം എന്റെ ആത്മാവിനെ അടുത്ത ഡയമെൻഷനിൽ കൊണ്ടുപോയി അതിഭയങ്കരമായ ശിക്ഷകളും കാര്യങ്ങളും. അപ്പൊ കഴിഞ്ഞ ജന്മത്തിനെക്കാട്ടിയും ഇരട്ടി ശിക്ഷയായിരിക്കും അടുത്ത ജന്മത്തിലും പറ്റണത്. കാര്യം ഇതെല്ലാം മറന്നും കൊണ്ട് സാരമില്ല, അന്ന് കുഴപ്പമില്ല എന്നൊക്കെ കരുതിക്കൊണ്ട് വീണ്ടും സുഖിച്ച് തെറ്റിന്റെ പിറകെ പോയത് കൊണ്ട് കഴിഞ്ഞ ജന്മത്തിനെക്കാട്ടിലും കടുത്ത ശിക്ഷകളും കാര്യങ്ങളൊക്കെ ആയിരിക്കും ഇനി അനുഭവിക്കാൻ വരേണ്ടത്. അപ്പൊ ഇതിന് വേണ്ടിയിട്ട് ശിക്ഷിക്കുന്ന ചില ദൂതന്മാർ, നരകത്തിന്റെ ചില ടീമുകളൊക്കെ വന്ന് നമ്മളെ കൊണ്ടുപോകാനായിട്ട് നേരത്തെ അവർ വന്ന് കാത്തു നിൽക്കാൻ തുടങ്ങും. ശരിക്കും നേരത്തെ ഇവരൊക്കെ ഉണ്ട് നമ്മളെ ചുറ്റും. പക്ഷെ അന്ന് ഭൗതിക മനസ്സെന്നല്ല ആക്റ്റീവായത്. കാരണം ആത്മാവിൽ കാണുന്ന ഈ വിധ കാര്യങ്ങളൊന്നും നമ്മൾ തിരിച്ചറിയുന്നില്ലായിരുന്നു. ഇപ്പൊ മരണസമയമായപ്പോൾ ഭൗതിക മനസ്സ് പതുക്കെ ഡൗണായി, അത് പതുക്കെ ശാന്തമായി, അതിന് പ്രത്യേകിച്ച് അനക്കമൊന്നുമില്ലാതാവുമ്പോഴാണ് ആത്മാവിൽ കാണുന്ന ഈ വിധ കാഴ്ചകളും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തിരിച്ചറിവ് വരുന്നത്. ഇത് മാത്രമല്ല, ഈ ആത്മാവിന് ഈ അവസാന സമയം ആകുമ്പോഴാണ് ഇപ്പൊ നമ്മളൊരു പരീക്ഷയ്ക്ക് തന്നെ കുറെ ക്വസ്റ്റ്യൻസ് ഇട്ടിട്ട് നമ്മൾ ആൻസർ ഒക്കെ ഞാൻ നോക്കി ഈ ബാലരമയിലും പണ്ടത്തെ ഇതൊക്കെ എനിക്കറിയാം. പല ക്വസ്റ്റ്യൻസ് ഇടും, കണ്ടുപിടിക്കാൻ പറ്റുമോ, വഴി കണ്ടുപിടിക്കാൻ പറ്റുമോ, ഇന്ന ക്വസ്റ്റ്യൻ 3-4 ചോയ്സ് തരുന്നത് ഏതാണ് ശരിക്കുള്ള ആൻസർ എന്നൊക്കെ പറഞ്ഞ് കുറെ ക്വസ്റ്റ്യൻസ്, നമ്മൾ അറിവും കൂടെ വളരാൻ വേണ്ടിയിട്ടുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് ഇടും. എന്നിട്ട് അവസാന പേജിൽ ഇതിന്റെ എല്ലാത്തിന്റെ ഉത്തരം ഒന്നിച്ച് എഴുതിയിട്ടേക്ക്. അപ്പൊ നമ്മൾ ആദ്യം ഉത്തരം നോക്കൂല, ആദ്യം നമ്മൾ ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ നോക്കി സ്വന്തം കഴിവാൽ ആൻസർ കണ്ടുപിടിക്കാൻ പറ്റുമോ നോക്കിയിട്ട് ലാസ്റ്റ് ചെയ്തതൊക്കെ ശരിയാണെന്ന് അറിയാൻ വേണ്ടി അവസാന ആൻസറിന്റെ പേജ് തുറന്നിട്ട് ഫുള്ള് ആൻസർ വായിച്ചു നോക്കും. ഇതുപോലെ ഈ മരണസമയത്തിന് തൊട്ട് മുമ്പ് നമ്മുടെ ആത്മാവിന് ഫുൾ ആൻസർ ഒന്നിച്ചങ്ങ് കിട്ടും. അത് മറ്റേ അതിർശക്തി നേരത്തെ പറഞ്ഞതുപോലെ നമ്മള് ഉപാസനാമൂർത്തിയിലെ കാവൽ മാലാഖ ഇത്രയും നാളത്തെ ചോദ്യങ്ങളുടെ ഉത്തരം എന്നോണം ഫുൾ ആൻസറും ഒന്നിച്ചു കൊടുക്കുമ്പോഴാണ് എല്ലാം കയ്യിൽ നിന്ന് പോയേ എന്ന് മനസ്സിലാക്കി ആത്മാവ് കിടന്ന് വെപ്രളം കാണിക്കണം. അപ്പോൾ സമയമൊക്കെ കഴിഞ്ഞു, വേറെ വഴിയൊന്നുമില്ല, ഇനി അടുത്ത ജന്മത്തിലെ ബാക്കി കാര്യങ്ങൾ നോക്കാൻ പറ്റുള്ളൂ. ഇനി കുറച്ച് നാള് മറ്റു ഡയമെൻഷനിൽ, നരകം എന്ന് പറയുന്ന ഡയമെൻഷനിൽ കിടന്ന് കുറെ അനുഭവിക്കേണ്ടതായിട്ട് വരും എന്ന സത്യം തിരിച്ചറിയണമുണ്ടാണ് മരണവെപ്രാളം. അത് മരിക്കാൻ പേടി, മരിക്കാൻ വയ്യ, പക്ഷെ ഈ കൊണ്ടുപോകേണ്ടത് കൊണ്ടുപോയിരിക്കും. അവരുടെ ഡ്യൂട്ടി അവർക്ക് ചെയ്തേ പറ്റൂ. ഒരാൾ മരിച്ച് വന്നു കഴിഞ്ഞാൽ നരകത്തിന്റെ ഡ്യൂട്ടിയുള്ള നെഗറ്റീവ് ശക്തികൾക്ക് ഇവനെ കൊണ്ട് പീഡിപ്പിക്കേണ്ട ഡ്യൂട്ടി അവർക്ക് തുടങ്ങിയേ പറ്റൂ, ചെയ്തേ പറ്റൂ. സമയം കഴിഞ്ഞു. അവര് ബലാത്കാരമായിട്ട് ഈ ആത്മാവിനെ വലിക്കാൻ നോക്കും. ആത്മാവ് നമ്മളെ ശരീരം വിട്ട് പുറത്തു പോകാൻ സമ്മതിക്കൂല. അവിടെ നിന്ന് അവരങ്ങോട്ട് വലിക്കും, ആത്മാവ് തിരിച്ച് ബോഡിയിൽ തന്നെ കയറാൻ നോക്കും. ഇങ്ങനൊരു ഭയങ്കരമായ മൽപ്പിടുത്തങ്ങൾ ഈ ആത്മീയ മണ്ഡലത്തിൽ നടക്കുമ്പോഴാണ് നമ്മൾ ഈ വ്യക്തിയെ നോക്കുമ്പോൾ വ്യക്തി കട്ടിൽ കിടന്നുകൊണ്ട് എന്തൊക്കെയോ വെപ്രാളങ്ങൾ കാണിക്കുന്നു, കണ്ണു തള്ളുന്നു, നാക്ക് തള്ളുന്നു, അലറുന്നു, വിരളിക്കുന്നു, ഉരുളുന്നു, പിരളുന്നു. ഇതൊക്കെ നമ്മൾ കാണുമ്പോൾ ശരിക്കും മനസ്സിലാക്കേണ്ടത് ആത്മാവ് നരകത്തിലാട്ടെ അല്ലെങ്കിൽ ഈ നെഗറ്റീവ് ശക്തികൾ അങ്ങോട്ട് വലിക്കുന്നു, ആത്മാവ് പോകാതെ ശരീരത്തിലോട്ട് തിരിച്ചു കയറാൻ ശ്രമിക്കുന്നു. ഈ ഒരു മൽപ്പിടുത്തമാണ് നമ്മൾ ഈ മരണവെപ്രാളം എന്നും പറഞ്ഞ് നമ്മൾ അവസാനം കണ്ട് മനസ്സിലാക്കണം. ഓക്കെ, ഇനി ചില കാര്യങ്ങളൊക്കെ അടുത്തത്.